തിരുപ്പതി ഭഗവാൻ ശ്രീ വെങ്കടേശ്വര സ്വാമി കലിയുഗത്തിലെ ഏറ്റവും പ്രത്യക്ഷ ദൈവമായാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം തിരുപ്പതി ഭഗവാനെ കണക്കാക്കുന്നത്. തിരുപ്പതി ബാലാജിയെയും മഹാലക്ഷ്മിയെയും ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ അതിശക്തമായ 2 മന്ത്രങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, വസ്തുസംബന്ധമായ തർക്കങ്ങൾ, വീട് നിർമ്മാണം എന്നിവ പെട്ടെന്ന് നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ആദ്യം പറയുന്നത്. കടബാധ്യതകളിൽ നിന്ന് മോചനവും തൊഴിലിലും ബിസിനസ്സിലും അപ്രതീക്ഷിതമായ പുരോഗതിയും ഈ മന്ത്രജപത്തിന്റെ കൃത്യമായ ജപത്തിലൂടെ ലഭിക്കുന്നതാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വസ്തുസംബന്ധമായ തർക്കങ്ങൾ, വീട് നിർമ്മാണം എന്നിവ പെട്ടെന്ന് നടന്നു ലഭിക്കുന്നതാണ്. കൂടാതെ ലക്ഷ്മി നാരായണ പ്രീതി ഒന്നിച്ചു ലഭിക്കാൻ ഈ മന്ത്രജപം സഹായിക്കുന്നതാണ്. മനസ്സിലെ ഭയവും ഉത്കണ്ഠയും മാറി ആത്മവിശ്വാസവും ശാന്തിയും കൈവരും. നിത്യവും ജപിക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കലിയുഗ വരദനായ വെങ്കടേശ്വര ഭഗവാന്റെ തിരുപ്പതി ബാലാജിയുടെ മന്ത്രമാണിത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീജാക്ഷരങ്ങൾ: ശ്രീം എന്ന ബീജാക്ഷരം ലക്ഷ്മി പ്രീതിക്കും, ക്ലീം എന്ന ബീജാക്ഷരം ആകർഷണം അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിനും സഹായിക്കുന്നതാണ്. മന്ത്രമിതാണ്: ഓം ശ്രീം ക്ലീം വെങ്കടേശായ നമഃ. വെങ്കടേശ്വര ഭഗവാൻ ലക്ഷ്മി സമേതനായ വിഷ്ണു രൂപമായതിനാൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മിയുടെ അതീവ പ്രസന്നമായ ഒരു മന്ത്രമാണ് അടുത്തത് നോക്കുന്നത്. ശ്രീം എന്ന ലക്ഷ്മി ബീജം 2 തവണ ആവർത്തിച്ച് ഈ മന്ത്രജപത്തിൽ പറയുന്നുണ്ട്. ഇത് മന്ത്രത്തിന്റെ ഫലം ഇരട്ടിയാക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെയുണ്ടാകും. ദാരിദ്ര്യവും സാമ്പത്തിക ഞെരുക്കങ്ങളും ഒഴിവായി ഭവനത്തിൽ ശാശ്വതമായ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ ഈ മന്ത്രജപം സഹായിക്കുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ ഒത്തൊരുമയും സന്തോഷവും സമാധാനവും നിലനിൽക്കും. സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കാനും ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടാകുവാനും ഈ മന്ത്രജപം സഹായിക്കുന്നതാണ്. മന്ത്രമിതാണ്: ഓം ശ്രീം ശ്രീം മഹാലക്ഷ്മി നമഃ. അതിരാവിലെ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായിരുന്ന് പൂർണ്ണമായ ഭക്തിയോടും ശുദ്ധിയോടും കൂടി ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും ജപിക്കാമെങ്കിലും സാധാരണ 9 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. അപ്പോൾ ഏവർക്കും മഹാലക്ഷ്മിയുടെയും തിരുപ്പതി ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.